നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലയിടത്തും കാണുന്ന കമൻ്റാണ് PSC ഒരു ചുരുളിയാണ്, അല്ലെങ്കിൽ PSC ഒരു ലൂപ്പാണെന്നൊക്കെ അല്ലേ. അതിൽപ്പെട്ടാൽ പിന്നെ പുറത്ത് കിടക്കാൻ പറ്റില്ല, ജീവിതം തീർന്നു പോകും, ജോലിയിട്ട് കിട്ടുകയില്ല. ഈ ഒരു കമൻറ്റ് എല്ലാവരും കാണുന്നതാണ്. അതെ, PSC ഒരു ചുരുളിയാണ്. അതിലേക്ക് ഇറങ്ങി ഗവൺമെൻറ് ജോലി നേടിയിട്ടും പഠനം നിർത്താതെ കഴിയാതെ പെട്ടുപോയവരുണ്ട്. ചെറിയ രീതിയിൽ പുസ്തക വായനയും തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ വാങ്ങി നോക്കലും ചോദ്യപേപ്പർ നോക്കലൊക്കെ നിർത്താൻ കഴിയാതെ തുടർന്നു പോയ ആളുകൾ. അങ്ങനെ തുടർന്നു പോയവരിൽ പലരും ഇന്ന് സ്ട്രീം 2 വഴിയോ സ്ട്രീം 3 വഴിയോ കേസ് നേടിയെടുത്തിട്ടുണ്ട്. ചുരുളിയിൽ പെട്ടുപോയതിൻ്റെ ഗുണമാണ്. ഈ ചുരുളിയിൽ പെട്ടുപോയവരാണ് സർവീസിൽ കയറിയിട്ടും പഠനം നിർത്താതെ ബൈ ട്രാൻസ്ഫർ നിയമനങ്ങൾ വഴി പല ഉയർന്ന തസ്തികകളിലേക്കും കയറിപ്പോയിട്ടുള്ളത്. ഇതേ ചുരുളിയിൽ പെട്ടുപോയി പഠനവുമായി ബന്ധം തുടർന്നവരാണ് എന്നും വേഗത്തിൽ സർവീസ് ടെസ്റ്റുകൾ എഴുതിയിട്ട് വളരെ വേഗത്തിൽ പ്രൊമോഷൻ നേടിയിട്ടുള്ളതും. ഈ ചുരുളിയിൽ അകപ്പെട്ട ശേഷം 1, 2, 3 അങ്ങനെ പല തോൽവികൾ വന്ന ശേഷവും മടുത്ത് പിന്മാറാതെ ഓരോ തോൽവികളും അനുഭവ സമ്പത്തിന്റെ പൊൻതൂവലുകളാക്കി മാറ്റിയവരാണ് എന്നും വിജയിച്ചിട്ടുള്ളത്. പലതവണ തോറ്റു എന്നതുകൊണ്ട് എനിക്കതിന് അർഹതയില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എൻ്റെ ഇതുവരെയുള്ള പരിശ്രമം ഈ വിജയത്തെ അർഹിക്കുന്നില്ല എന്നത് മാത്രമാണ് എന്ന് വിശ്വസിച്ച് ആത്മാർത്ഥമായി വീണ്ടും വീണ്ടും പരിശ്രമിച്ചവരാണ് സർവീസ് ബുക്ക് ഓപ്പൺ ചെയ്തവരെല്ലാം. ഈ ചുരുളിയിൽപ്പെട്ട് ജോലി നേടാൻ പറ്റാതെ പോയിട്ടും ഇതേ ചുരുളിയിൽ നിലനിന്നവരിൽ ടീച്ചിങ് സ്കില്ലുള്ളവരെല്ലാം ഇന്ന് വിഷയവിദഗ്ധരായിട്ടുള്ള ഓൺലൈൻ ഓഫ്ലൈൻ അധ്യാപകരാണ്, യൂട്യൂബർമാരാണ്. ടീച്ചിങ് സ്കിൽ ഇല്ലാത്ത എന്നാൽ PSC പരീക്ഷയെക്കുറിച്ചും സിലബസിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണയുള്ളവരിൽ പലരും ഇന്ന് പുസ്തക പ്രസാധകരാണ്, നോട്ടുകൾ തയ്യാറാക്കി നൽകുന്നവരാണ്, അക്കാദമിക് കൗൺസിലർമാരാണ്, മെൻറ്റർമാരാണ്, സെയിൽസ് ടീം അംഗങ്ങളാണ്. പല ഓൺലൈൻ ആപ്പിലെയും ഓഫ്ലൈൻ സെൻറ്ററുകളിലെയും നെടുന്തൂണുകളായി വർക്ക് ചെയ്യുകയാണ്. ഈ ചുരുളിയിൽ പെട്ടുപോയവരിൽ ഈ പറഞ്ഞ കഴിവുകൾ ഒന്നുമില്ലാത്തവരാണെങ്കിൽ പോലും എല്ലാവർക്കും മിനിമം ഇന്ന് തങ്ങളുടെ മക്കളുടെ പഠനത്തിൽ കാര്യക്ഷമമായിട്ട് തന്നെ ഇടപെടാൻ പറ്റുന്നുണ്ട്. കാരണം അവർ പഠിച്ചത് 5 മുതൽ 10 വരെയുള്ള SCERT ആണ്. ഇനി ഞാൻ എൻ്റെ കാര്യം പറയാം. 20-ാം വയസ്സിൽ ഈ ചുരുളിയിൽ അകപ്പെട്ട ഞാൻ 21 വയസ്സിൽ പല റാങ്ക് ലിസ്റ്റുകളിലും ഇടം പിടിച്ചു തുടങ്ങി. 22 വയസ്സിൽ ഗവൺമെൻറ് ജോലിയിൽ കയറി. എന്നിട്ടും ഈ ചുരുളിയിൽ നിന്നും വിടുതൽ ആഗ്രഹിക്കാത്തത് കൊണ്ട് ശേഷവും പല റാങ്ക് ലിസ്റ്റുകളിൽ കയറാൻ പറ്റി. അങ്ങനെ 30-ൽ പരം റാങ്ക് ലിസ്റ്റുകളിൽ ഇടം പിടിച്ചു. ഈ ചുരുളിയിൽ നിലനിന്നതുകൊണ്ട് തന്നെ ശമ്പളരഹിത അവധിയെടുത്ത് ഓഫ്ലൈൻ ക്ലാസ്സുകളിലൂടെയും റാങ്ക് മേക്കർ പുസ്തകങ്ങളിലൂടെയും റാങ്ക് മേക്കർ PSC ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെയും നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റി. അങ്ങനെ അറിയപ്പെട്ടു തുടങ്ങിയപ്പോൾ കേരളത്തിൽ അന്നുണ്ടായിരുന്ന ഒട്ടുമിക്ക ഓൺലൈൻ ആപ്പുകളിൽ നിന്നും വിളികൾ വന്നു. അന്ന് ശൈശവദശയിലായിരുന്ന എൻട്രിയിൽ ജോയിൻ ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെ എൻട്രിയോടൊപ്പം നിലനിൽക്കാൻ പറ്റുകയും അങ്ങനെ 10,000-കണക്കിന് പേരുടെ സർക്കാർ ജോലി നേട്ടത്തിൽ എൻട്രിയോടൊപ്പം ഒരു ഭാഗവാക്കാകാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ ചുരുളിയിലേക്ക് വന്ന് ഇവിടെ നിലനിന്നതുകൊണ്ട് ഈ ചുരുളിയിലേക്ക് വരുന്നവർക്ക് റാങ്ക് മേക്കർ പുസ്തകങ്ങളിലൂടെയോ യൂട്യൂബ് ക്ലാസ്സുകളിലൂടെയോ എൻട്രി ആപ്പിലൂടെയോ ഗൈഡൻസ് നൽകാൻ ഇപ്പോഴും സാധിക്കുന്നു. വെറും 10ഓ 20ഓ പേർ പങ്കെടുക്കുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ ഒരു ഇന്റർവ്യൂവിൽ 10 തവണ തോറ്റാലും അത് നമുക്ക് നമ്മുടെ കഴിവുകേടായി കാണാൻ പറ്റും. പക്ഷേ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയുള്ള PSC പരീക്ഷയിൽ തോറ്റാലോ അത് നമ്മുടെ കുറ്റമായി കാണാനോ നാളെ അത് പരിഹരിച്ച് മുന്നേറാനോ നമുക്ക് തോന്നുന്നില്ല. പകരം ആ സിസ്റ്റത്തോടുള്ള ഒരു വെറുപ്പായി തന്നെ അത് മാറുകയാണ്. PSCക്കും സർക്കാരിനും കുറ്റം ചുമത്തി പഠനം ഇട്ടേച്ച് പോവുകയാണ്. കമന്റ് ബോക്സുകളിൽ നെഗറ്റീവ് വിതറുന്ന ഒരു PSC ഉദ്യോഗാർത്ഥിയായി നിങ്ങൾ മാറുകയാണ്. ശ്രമിക്കുന്നവരെ കൂടി തളർത്തുന്ന രീതിയിൽ കമന്റുകൾ വാരി വിതറിക്കൊണ്ടേയിരിക്കുന്നു. കൊടി പിടിച്ചാലേ കിട്ടുള്ളൂ, ചുരുളിയാണ് മക്കളെ, ഇറങ്ങണ്ട, റാങ്ക് ലിസ്റ്റിൽ വന്നാൽ നിയമനം നടക്കൂല, PSCയിൽ ഫുൾ കോപ്പി അടിച്ചാണ് നേടുന്നത്, മുഴുവൻ പിൻവാതിൽ നിയമനമാണ്, പരീക്ഷകൾ വെറുതെ പ്രഹസനമാണ്, ഇങ്ങനെ പലതും കാണാം നിങ്ങൾക്ക്. ഇതൊക്കെ കേട്ട് പിന്മാറാനാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങരുത്. ഇറങ്ങും മുമ്പ് PSC വഴിയുള്ള ജോലിയുടെ പോസിറ്റീവും നെഗറ്റീവും എല്ലാം അറിഞ്ഞ് അളന്ന് തൂക്കിയതിന് ശേഷം സർക്കാർ ജോലിയോട് താല്പര്യം തോന്നുമെങ്കിൽ മാത്രം ഇറങ്ങി പുറപ്പെടുക. ഇറങ്ങിയാൽ പിന്നെ ഇത്തരം വാർത്തകൾക്കും കമൻറ്റുകൾക്കും സംസാരങ്ങൾക്കും ചെവി കൊടുക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി പൊരുതാൻ സാധിക്കണം. എല്ലാവർക്കും എഴുതുന്ന ആദ്യ പരീക്ഷ തന്നെ ജോലി ലഭിക്കണമെന്നില്ല. ആദ്യ പരീക്ഷയിൽ നിങ്ങളെപ്പോലെ നിലം തൊടാതെ തോറ്റവനാണ് ഞാനും. അന്നത്തെ ഒരു പരീക്ഷയിൽ ഒരു ചോദ്യം വിട്ട സമയത്ത് അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ കറപ്പിച്ചത് തൊട്ട് മുമ്പേ വിട്ടതിന് നേരെയാണ്. അങ്ങനെ തുടർന്ന് അങ്ങോട്ടുള്ള കുറേ എണ്ണം തെറ്റിച്ച ആളാണ് ഞാനും. അന്നത്തെ ആ ഒരു തോൽവിയിൽ നിന്നുണ്ടായ ആ അനുഭവം ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും ആവർത്തിക്കാതിരിക്കുകയും അതുപോലെയുള്ള തെറ്റുകൾ പറ്റാതിരിക്കാൻ അന്ന് മുതൽ ഇന്ന് വരെ PSC ഉദ്യോഗാർത്ഥികളോട് പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആ തോൽവിയിൽ നിന്നും ഞാൻ നേടിയെടുത്ത കാര്യം. ഒരു പരീക്ഷ കഴിഞ്ഞാൽ ചത്തതിൻ്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അവഗണിക്കുകയല്ല വേണ്ടത്. നമ്മൾ അവിടെ പറ്റിയ പാളിച്ചകളൊക്കെ മനസ്സിലാക്കി അതിനി ആവർത്തിക്കില്ല എന്നുള്ളത് ഉറപ്പാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാ പാഠങ്ങളും നമ്മൾ തന്നെ തോറ്റു പഠിക്കണമെന്നില്ലെന്നേ. വിജയിച്ചവരുടെയും തോറ്റവരുടെയും അങ്ങനെ മറ്റുള്ളവരുടെയൊക്കെ അനുഭവങ്ങളിൽ നിന്ന് കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റണം. ഓരോ വർഷവും ലക്ഷങ്ങൾ മത്സരിക്കുന്ന PSC പരീക്ഷയിൽ ഒരു 20,000 മുതൽ 30,000 വരെ ആളുകൾക്കാണ് കേരള PSC വഴി നിയമന ഉത്തരവ് ലഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും നേടിയവരെക്കാൾ കൂടുതൽ നേടാത്തവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉയർന്നു കേൾക്കുന്ന ശബ്ദവും ആരുടേതായിരിക്കും? നേടാത്ത ആളുകളുടേതായിരിക്കും. ഓക്കെ, നേടിയവർക്ക് കമന്റ് ബോക്സിൽ വന്ന് നിങ്ങളെ ഉപദേശിക്കാനൊന്നും സമയം കാണില്ല.
അവരവരുടെ ഓഫീസ് ജോലിയിൽ വ്യാപൃതരായിരിക്കും, അവിടെ തിരക്കുകളിലായിരിക്കും. നേടാൻ പറ്റാത്തവരോ അവരവരുടെ സങ്കടവും ഫ്രസ്ട്രേഷനും ഒക്കെ തീർക്കുന്നത് പഠിച്ചു തുടങ്ങുന്ന നിങ്ങളുടെ മുന്നിലുള്ള കമൻറ്റ് ബോക്സുകളിലായിരിക്കും. അതുകൊണ്ട് PSC ഇറങ്ങുമ്പോൾ എല്ലാ വഴിയിൽ നിന്നും സപ്പോർട്ടും പ്രതീക്ഷ നമ്മൾ ഇറങ്ങിയിട്ട് കാര്യമില്ല. എന്ത് വന്നാലും കണ്ടാലും കേട്ടാലും തളരില്ല എന്ന തീരുമാനമെടുത്ത് വേണം ഇറങ്ങിത്തിരിക്കാൻ. വർഷത്തിൽ നടക്കുന്ന 30,000-ഓളം നിയമനങ്ങളിൽ ഒന്ന് ഞാൻ സ്വന്തമാക്കുമെന്ന ദൃഢനിശ്ചയത്തോടു കൂടി ഇറങ്ങുക. സ്വന്തം കഴിവിലും പഠനത്തിനായി നിങ്ങൾ എത്തിപ്പെട്ട ഇടത്തും അവിടെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ കഴിവിൻ്റെ 100% വിനിയോഗിക്കപ്പെടും. ഓരോ PSC റാങ്ക് ലിസ്റ്റുകളും നിങ്ങളുടെ വിഹാര കേന്ദ്രങ്ങളായി മാറും. റാങ്കുകൾ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും. അഡ്വൈസ് മെമ്മോകൾ തേടി വരും. നിയമന ഉത്തരവുകളും തേടി വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി സ്വീകരിച്ച് സുരക്ഷിതമായ ഭാവി ഉറപ്പിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങളുടെ PSC പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കമൻറ്റ് ബോക്സ് പഠനം തുടങ്ങുന്നവർക്കുള്ള ഒരു ദിശാസൂചകമായി മാറട്ടെ, അവർക്കുള്ള പ്രചോദനമായി മാറട്ടെ.